ഇല്ല സാർ, 5 ലക്ഷം. പിന്നെ വരുന്നുണ്ട്. പറയടാ, വന്നോളൂ. ഓക്കെ. എല്ലാരും സെൽഫോൺ താഴെയിട. ഹലോ, പോലീസ് സ്റ്റേഷൻ. പ്രത്യേകിച്ച് പറയണോടാ, അറിയാൻ മനസ്സിലാവില്ലേ? ഇരിക്കാൻ. വേഗം. വാ. വണ്ടിയെടുക്ക്. വാ. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? എന്തായാലും മാസ്കടാ. ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ? ഇടിച്ച് തകർക്കടാവന്. വണ്ടി റിവേഴ്സ് എടുക്കണം.
പിടിക്ക, അവനെ പിടിക്ക. എന്റെ ബാഗ് തരാനാ പറഞ്ഞത്. പിടിക്ക. ക്യാമറ തരാനാ പറഞ്ഞേ. ഹലോ ഞാൻ പ്രസ് റിപ്പോർട്ടറാണ് നോക്ക് പ്ലീസ്. ഞാൻ പ്രസ് റിപ്പോർട്ടറാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ക്യാമറ പോയി. സാർ ഞാൻ പ്രസ് റിപ്പോർട്ടറാ. ഈ ബാങ്ക് ഇപ്പൊ കൊള്ളടിച്ചില്ലേ? തന്നെ ഈ വിവരം ഇപ്പോഴാണ് അറിഞ്ഞത്. അതിനു മുമ്പ് പ്രസ്സുകാർ എങ്ങനെയാണോ അറിഞ്ഞത്? എടോ കോൺസ്റ്റബിളെ, ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് തുറക്കണോ? വണ്ടി എടുക്ക്, ബാങ്കിലേക്ക് ഒന്ന് നിൽക്കണം. ബാങ്കിലെ കാശൊക്കെ കാലിയാ. അങ്ങോട്ട് പോയി എന്ത് ചെയ്യാൻ പോവാ? കൊള്ളക്കാരുടെ മുഖം ഒക്കെ ഇതിലുണ്ട്. കൃത്യമായിട്ടാണല്ലോ പ്ലാനിംഗ് ഒക്കെ. ഇവന്റെ പേര് മുത്തുമണി എന്നാ. ഇവനാണ് ദൂരദർശൻ ടവറിന് ബോംബ് വെച്ചത്. ഇവന്റെ പേര് മാധവൻ തമ്പി എന്നാ. ഇവൻ ആ റെയിൽവേ സ്റ്റേഷനെ ബോംബ് വെച്ചത്. ഇവനാരാന്നറിയില്ല. ഇവൻ നന്ദഗോപൻ. ഇവൻ ആ തിരുപ്പൂര് ബോംബ് വെച്ചത്. സർ, ഇയാളുടെ ഫോട്ടോ മാത്രം എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഈ സംഘത്തിന്റെ തലവൻ ഇവനാണെന്ന് തോന്നുന്നു. ഇവന്മാരെല്ലാം നക്സലേറ്റുകാരാന്നേ. ഓക്കെ സർ, ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഉടനെ മെയിൽ ചെയ്തേക്കാം. ഓക്കെ നടക്കട്ടെടൂ. ഓക്കെ അളിയാ, സൂപ്പർ, കലക്കിടാ, സൂപ്പർ. മോഹൻ കാണില്ല, മുഖം കാണില്ല. എന്റെ മോഹൻ മാറ്റിക്കേ. നല്ല ആ മോഹൻ മാറ്റേ. സൂപ്പർ അങ്ങനെ തന്നെ. സോറി. ബാങ്ക് കൊള്ളയടിച്ച തീവ്രവാദികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അവരുടെ തലവൻ മുഖംമൂടി ഇട്ടതുകൊണ്ട് അയാളുടെ മുഖം ഇതുവരെ പോലീസിന് വ്യക്തമായി ലഭിച്ചിട്ടില്ല. ഇതിന്റെ എല്ലാം ഫോട്ടോ എടുത്തത് കുമാറാണ്. അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോസൊക്കെ എടുത്തത് ആ ഫോട്ടോ കാരണം ഈ കൊള്ളക്കാരെ എടാ, ഇങ്ങോട്ട് വന്നേ. സാർ, മെയിലെല്ലാം ഞാൻ കണ്ടു കേട്ടോ. ഇങ്ങനാണോ ഫോട്ടോ എടുക്കുന്നത്? എല്ലാം ഷെയ്ക്ക് ആയിരിക്കുവാ. നിന്ന് സമാധാനമായിട്ട് ഫ്ലാഷ് വെച്ച് വേണ്ട ഫോട്ടോ എടുക്കാൻ. അടുത്ത പ്രാവശ്യം ബാങ്ക് കൊള്ളടിക്കുമ്പോ ഞാൻ ഓർത്തോളാം സാർ. എന്നാ കളിയാക്കുവാണോ? അയ്യോ സാർ, സാറിനെ കളിയാക്കാനോ? അതിനൊക്കെ ആർക്കാ ധൈര്യം? സാർ, This is your seat. My dad's working as an auditor in Dubai. അമ്മയും കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ എന്റെ ഫ്ലാറ്റിൽ തനിച്ചേ ഉള്ളൂ. നിനക്ക് എന്റെ കൂടെ താമസിക്കാം. ഹേയ് ചീച്ചി, ഞാനങ്ങനെ ഫയർ ടൈപ്പ് ഒന്നും അല്ല. ഗെറ്റ് അപ്പ്. ഹേയ്, വാട്ട് എ സൈറ്റ് സ്വീറ്റി. കൈകാലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിന്നെ ജീവിതകാലം മുഴുവനും നോക്കിക്കോളാം. ഒന്ന് പൊടി. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയല്ലേ? അവള് നിന്നെ ഇടിച്ച് സൂപ്പാക്കിയെന്നാ കേട്ടെ. നിനക്കെങ്ങനെ അറിയാം? എനിക്കതിന് ഡയറക്റ്റ് സോഴ്സ് ഉണ്ട്. അശ്വിൻ, ഹായ് ക്രമി. ഫ്രാക്ചർ ഒന്നുമില്ലല്ലോ. ജസ്റ്റ് എ സ്മോൾ സ്ക്രാച്ച്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. വലിയ ഹീറോ ആണെന്ന് നിന്റെ വിചാരം? പോലീസാണോ നിനക്ക് ശമ്പളം തരുന്നത്? നീ എടുത്ത ഫോട്ടോസ് ആദ്യം നമ്മുടെ പത്രത്തിലല്ലേ വരേണ്ടത്? പോലീസുകാർ എല്ലാ ചാനലുകാർക്കും കൊടുത്തു കഴിഞ്ഞു. അത് കൊള്ളാം സാർ. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്ത് ലേ ഔട്ട് റെഡിയാക്കി നാളെ രാവിലെ അത് പേപ്പറിൽ വന്നതിന് ശേഷം പോലീസുകാർ അവരെ വിസിലടിച്ച് പിടിക്കുന്നതിന് മുമ്പ് കൊള്ളയടിച്ച ഒരു സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ലൈഫിൽ സെറ്റിൽ ആയി കാണും. എന്താ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് കോൾ മീ ആസ്, കോൾ മീ അസോസിയേറ്റ് എഡിറ്റർ. ഓക്കെ അസോസിയേറ്റ് എഡിറ്റർ ജി. ഒരു മിനിറ്റില് 4 തവണയെങ്കിലും നമ്മുടെ പത്രത്തിന്റെ പേര് ടിവിയിൽ കാണിക്കുന്നുണ്ട്. അത് തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ ആലോചിച്ചൂടെ എല്ലാവർക്കും? ഷീ ഹാസ് എ പോയിന്റ്. കഴിഞ്ഞതൊക്കെ പോട്ടമണി. നിങ്ങൾ ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാ ഇവൻ എന്നോട് ഒരു മര്യാദയും കാണിക്കാതെ. സാർ, സാറിനെ ഞാനൊന്ന് ബഹുമാനിച്ചോ. അവിടെ നിൽക്ക് സാർ, ഞാനൊന്ന് ബഹുമാനിച്ചോട്ടെ. പ്ലീസ് പോലെ സാർ. എന്തിനാ കുഞ്ഞ് ഇതുപോലെ കഷ്ടപ്പെടുന്നത്? എന്റെ കൂടെ അമ്പലത്തിൽ എന്താ വരാത്ത? അമ്പലത്തിന്റെ ഫോട്ടോ എടുത്ത പുണ്യമെങ്കിലും കിട്ടിയാന്. അശ്വിൻ, നീ എങ്ങോട്ടാ പോകുന്ന? അവിടെ നിന്ന് ഇവള് കാരണം എന്റെ ക്യാമറ ലോസ് ആയത്. മീറ്റ് രേണുക, ചീഫ് റിപ്പോർട്ടറാ. കൊച്ചിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുക. സോറി, ആ സിറ്റുവേഷനില് അങ്ങനെയാ തോന്നിയത്. അപ്പോ ഞാൻ കള്ളനാണെന്നാ? അങ്ങനെയല്ല, ഒരു കിറുക്കനെ പോലെയോ എടാ അശ്വിൻ, 3 വർഷമായിട്ട് ശ്രീലങ്കൻ സംഭവം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തത് ഇവരാണ്. ഓ, ആ രേണുക നാരായണൻ നിങ്ങളാണല്ലേ? ആശിച്ച കറി എല്ലാം ഒരുക്കി വെച്ചു. അച്ഛമോനെ, നീ എന്തായി കാണിക്കുന്നേ?
നല്ലൊരു ദിവസമായിട്ട് കുളിക്കാതെ നനയ്ക്കാതെ അടുക്കള കയറി ജോലി ചെയ്യുന്നെങ്കിൽ ദൈവം എന്നെ വീഴുമോ? നിനക്ക് ലീവ് തന്നില്ലേ? അയാളുടെ കൈയും കാലും തല്ലി ഓടിക്കണം. എന്നോട് ഓഫീസിൽ വാ, ഞാൻ കാണിച്ചു തരാം. ഈശ്വരാ. ഫോട്ടോസിന്റെ സഹായത്തോടെ പോലീസ് പിടികൂടുകയും ചെയ്തു. പണം കൊള്ളയടിച്ച ഇവരെ 4 സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസുകാർ പിടികൂടിയത്. കൊള്ളക്കാർ അച്ചു, എടാ അച്ചുവേ, കൊള്ളക്കാരെ പിടിച്ചെന്ന് കണ്ടില്ലേ? പ്രസ് മീറ്റിംഗിൽ മാധ്യമ പ്രവർത്തകരോട് മന്ത്രി സംസാരിക്കുകയുണ്ട്. ഉടനെ തന്നെ 4 പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. രക്ഷപ്പെട്ടു പോയ അതിന്റെ നേതാവിനെ 2 ദിവസം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഇതിന് സഹായമായിരുന്ന അവന്റെ പേരെന്താ? അശ്വിൻ എന്ന ബുദ്ധിമാനായ ഒരു ഫോട്ടോഗ്രാഫർ പത്രത്തിനും പിന്നെ അശ്വിനും ഞാൻ എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അച്ഛന്റെ ബുദ്ധിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അമ്മ വെറുതെയാ. കണ്ടവിടെ കയ്യിൽ അടി വാങ്ങിയത് പോരാഞ്ഞിട്ട് അതിനെ കുറിച്ച് ഓർത്തോർത്ത് സന്തോഷിക്കല്ലേ? അവൻ എന്ത് ചെയ്യാനാ? പഠിച്ചതല്ലേ പാടൂ. നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പറ, ഞാൻ അതുപോലെ നടക്കുന്നേ. തളർവാദം പിടിച്ചു പോട്ടെ.